ഹലാലായ മാർഗത്തിൽ അവന്റെ ലൈംഗികമായ തൃഷ്ണ അവസാനിപ്പിച്ചാൽ അതിൽ അവന് പുണ്യമുണ്ട്. സഹാബികൾ ചില പറയാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അദ്ദേഹം ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ പുണ്യം പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു. അതിന് താല്പര്യമില്ലാത്ത സമയങ്ങളിൽ വരെ അദ്ദേഹം സ്വന്തം ശരീരത്തെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്കുകൾ കാണാം. ഇന്ന് പലപ്പോഴും സുബ്ഹാനല്ലാഹ് ഹറാമായ വഴികളിലേക്കാണ് ആളുകൾ പോകുന്നത്. അവന്റെ മുന്നിൽ അള്ളാഹു ഹലാലായ മാർഗം തുറന്നു വെച്ചിരിക്കെ തന്നെ വളരെ ഗുരുതരമായ കാര്യമാണ്. വിവാഹ ബന്ധത്തിലൂടെ ലഭിക്കുന്ന അനേകം പുണ്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നീ എന്തൊരു കാര്യം ചെലവഴിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് പുണ്യമുണ്ട്. അവന്റെ ഭാര്യയ്ക്കും അവന്റെ മക്കൾക്കും നൽകുന്ന ഭക്ഷണത്തിൽ അവന് പുണ്യമുണ്ട്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഒരാൾ ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ആ മരം വളർന്ന് അതിൽ നിന്ന് കിളികൾ വന്ന് ഭക്ഷിച്ചാൽ അവന് പരലോകത്ത് പുണ്യമുണ്ട് എന്നാണ്. കിളിയുടെ കാര്യമാണത്. അപ്പോൾ അവന്റെ വീട്ടിലെ ഭാര്യയുടെ കാര്യം എന്താണ്, അവന്റെ മക്കളുടെ കാര്യം എന്താണ്? അതുകൊണ്ട് ഗൾഫിലും മറ്റൊക്കെ ഒന്ന് ജോലി എടുക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, നിങ്ങൾ ഇത് മനസ്സിൽ നീയത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തരുത്. വെയിൽ കൊള്ളുമ്പോഴും ജോലി എടുക്കുമ്പോഴും ഈ നീയത്ത് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു പറഞ്ഞൊരു കാര്യമാണിത്. എൻ്റെ ഭാര്യയെ അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നത്, അവൾക്ക് നല്ല വസ്ത്രം കൊടുക്കുക എന്നത്, എൻ്റെ മക്കൾക്ക് നല്ലത് നൽകുക എന്നത് അള്ളാഹുവിനെ ഏൽപ്പിച്ച കാര്യമാണ്. അങ്ങനെ പുണ്യമുണ്ട്. പരലോകത്ത് നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാകും അവിടെ എത്തുമ്പോൾ.